നമസ്കാരം. 9ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഉള്ളിലുയർക്കും മഴവില്ല് എന്നുള്ള ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠഭാഗം സുഹൃതാഹാരങ്ങൾ എന്ന കുമാരനാശാൻ്റെ ചണ്ടാല ഭിഷുകിയിൽ നിന്ന് എടുത്തിട്ടുള്ള കാവ്യഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുമാരനാശാൻ എഴുതിയിട്ടുള്ള ഒരു ഖണ്ഡകാവ്യമാണ് ചണ്ടാല ഭിഷുകി. ഇതിൽ നിന്നും എടുത്തിട്ടുള്ള തിരഞ്ഞെടുത്ത വരികളാണ് നമുക്ക് സുഹൃതാഹാരത്തിൽ പഠിക്കുവാനുള്ളത്. കവിതയുടെ പാഠസന്ദർഭം നമുക്ക് ശ്രദ്ധിക്കാം. വഴി നടന്ന് ഏറെ തളർന്ന ആനന്ദൻ എന്ന ബുദ്ധവിഷു പാളയക്കയറുമായി വഴിയരികിൽ കിണറ്റിനരികിൽ നിൽക്കുന്ന മാതങ്കിയോട് ദാഹനീർ ചോദിക്കുന്നു. അത് കേട്ട് മാതങ്കി വളരെയധികം ഞെട്ടുന്നു. ദാഹത്തിൻ്റെ അല്ലലുകൊണ്ട് അങ്ങ് ജാതി മറന്നുപോയോ? നീചനാരിയുടെ കയ്യിൽ നിന്നും ഉയർന്ന ജാതിക്കാർ വെള്ളം വാങ്ങി കുടിക്കുമോ? വെള്ളം തരുന്ന എനിക്കിത് പാപമാകില്ലേ? ഇത് കേട്ട് ഭിഷു ഞെട്ടുന്നു. ജാതിയല്ല, ദാഹനീരാണ് ഞാൻ ചോദിക്കുന്നത്. ഭയം കൂടാതെ നീ അതെനിക്ക് തരിക. മനസ്സലിഞ്ഞ മാതങ്കി പിന്നീട് തർക്കം പറഞ്ഞില്ല. ആ സുന്ദരി ആവോളം വെള്ളം ഭിഷുവിന് പകർന്നു നൽകി. നീചനാരി എന്ന് സ്വയം വിശേഷിപ്പിച്ച മാതങ്കിയെ പുണ്യശാലിനി എന്ന് അനുഗ്രഹിച്ച് ബുദ്ധഭിഷു യാത്രയാകുന്നു. ഇതാണ് നമ്മുടെ ഈ കവിതയുടെ സാമാന്യമായിട്ടുള്ള ആശയം. ചില സവിശേഷ പ്രയോഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കറ്റ കാർക്കൂന്തൽ, കറ്റ പോലെയുള്ള കറുത്ത ഇടതൂർന്ന മുടി. മൈക്കണ്ണി, കൺമഷി എഴുതിയ കണ്ണോടു കൂടിയവൾ, സുന്ദരിയാണവൾ എന്നാണ് അർത്ഥം. അരുണാംശപൂരം, ഉദയ സൂര്യകിരണങ്ങളുടെ പൂരം. ബുദ്ധഭിഷുവിന് ദാഹജലം നൽകുന്ന മാതങ്കിയെ കുമാരനാശാൻ അവതരിപ്പിക്കുന്നത് എങ്ങനെ? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. അതായത് ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും വരാൻ സാധ്യത നോക്കാം. ഇടതൂർന്നതും കറുത്തിരുണ്ടതുമായ മുടിയുള്ളവൾ. ആ മനോഹരമായ മുടിയിഴകളെ സാരി കൊണ്ട് മറച്ചിരിക്കുന്നു. ചെറു പുഞ്ചിരി ചേർന്ന മുഖമാണ്. അതുപോലെ തന്നെ അത്ഭുതം കൊണ്ട് വിടർന്ന നക്ഷത്രതുല്യമായ കണ്ണുകളാണ്. ഉദയസൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റുശോഭിക്കുന്ന ചെന്തളിരിനെ തോൽപ്പിക്കുന്ന ശരീരമാണ് മാതങ്കിയുടെ. ഈ വർണ്ണനകളിലൂടെയെല്ലാം മാതങ്കിയുടെ സൗന്ദര്യത്തെ ഒരു ചിത്രത്തിൽ എന്നതുപോലെ കവി കാട്ടിത്തരുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം. മാതങ്കി പകർന്ന ദാഹജലത്തെ കവി വർണ്ണിക്കുന്നതെങ്ങനെ? പൊട്ടിയ കണ്ണാടി ചില്ലിൻ്റെ കാന്തി പകരുന്നതാണ് ജലമെന്ന് പറയുന്നുണ്ട്. ഇത് ജലത്തിൻ്റെ പരിശുദ്ധിയെയാണ് സൂചിപ്പിക്കുക. മാതങ്കി പകർന്നു നൽകിയ ആ ജലം എന്നത് പൊട്ടിയ കണ്ണാടിയുടെ ചില്ല് പോലെ പരിശുദ്ധമായതാണ് എന്ന് ഇവിടെ സൂചന. മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. മാതങ്കിയുടെ കൈകൾ വിറയ്ക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ള തോന്നലാകാം. അതായത് ഉയർന്ന ജാതിക്കാരന് താഴ്ന്ന ജാതിക്കാരി വെള്ളം കൊടുക്കുന്നത് പാപമാണെന്നുള്ള ബോധ്യവും ഭയവും മാതങ്കിയെ വല്ലാതെ കൈവിറയലിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധവിഷുവിനോടുള്ള മാതങ്കിക്ക് തോന്നുന്ന ആ ഒരു ഇഷ്ടവുമാണ് ഈ കൈവിറയലിന് പിന്നിലുള്ള കാരണങ്ങൾ. പുസ്തകത്തിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അന്തമറ്റ സുഹൃതാഹാരങ്ങൾ നീ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാകാം. വരികളുടെ സൂചനകൾ എന്ത് ചർച്ച ചെയ്യുക. അതായത് മാതങ്കി ചെയ്യുന്നത് പുണ്യകർമ്മമാണ്. ഒരു വ്യക്തിയിൽ നിറയുന്ന നന്മയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സുഹൃതമായി മാറുക. ദാഹിക്കുന്നവർക്ക് ദാഹനീർ നൽകുക എന്നുള്ളത് വലിയ പുണ്യമാണ്. ഈ പുണ്യപ്രവൃത്തി മാതങ്കിയുടെ അന്തരാത്മാവിൽ അന്തമില്ലാത്ത സുഹൃതാഹാരങ്ങളായി അർപ്പിക്കപ്പെടുന്നു. അതായത് ഒരു ജീവൻ്റെ പുണ്യം ആ ജീവൻ്റെ കർമ്മത്തിൽ അധിഷ്ഠിതമാണെന്നുള്ള മനോഹരമായിട്ടുള്ള തത്വമാണ് ഇവിടെ കുമാരനാശാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ദാഹിക്കുന്നവന് ദാഹജലം നൽകുന്ന ആ ഒരു പുണ്യപ്രവൃത്തി നീചനാരിയായ മാതങ്കിയെ പുണ്യവതിയാക്കി മാറ്റുന്നു. ഈ വരികളിലൊക്കെ ആശയഗംഭീരനായ കവി കുമാരനാശാൻ്റെ കഴിവുകളെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. കവിതയുടെ ആശയം നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.